കൂട്ടുകാരെ, എല്ലാരും ഹാപ്പി അല്ലേ? ഹാപ്പി ആണോ? എന്നാ എല്ലാരും നല്ലൊരു ക്ലാപ്പ് തന്നെ. ഓക്കെ, താങ്ക് യു. ഇന്ന് നമ്മുടെ ആനുവൽ ഡേ അല്ലേ? നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? ഞാൻ വന്നപ്പോ നിങ്ങൾ വേൽമുരുകയൊക്കെ അടിപൊളിയായിട്ട് അടിച്ചു പൊളിക്കുന്നുണ്ടല്ലോ. അതുപോലെ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? വേണ്ടേ? അതാണ്. അതിനു മുമ്പ് വേറൊരു കാര്യം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ പഠിപ്പിക്കുന്നതായിരിക്കും അല്ലേ? അതുകൊണ്ട് എന്താ വേണ്ടേ? എല്ലാ ടീച്ചർമാരെയും ഇഷ്ടപ്പെടുക, എല്ലാ സബ്ജക്റ്റിനെയും സ്നേഹിക്കുക. ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ കഷ്ടപ്പെടേണ്ടി വരില്ല. ഓക്കേ? ഓക്കേ? ഇനി നിങ്ങൾക്ക് പഠിച്ച് വലുതായതിനു ശേഷം ആരാകാൻ ആഗ്രഹം? ആരാകാൻ ആഗ്രഹം? പൈലറ്റ്, പിന്നെ പിന്നെ പട്ടാളം, അങ്ങനെ കുറേ സ്വപ്നങ്ങളുണ്ടല്ലേ? അതൊക്കെ നടക്കട്ടെ. ഇനി മുതൽ നിങ്ങളോട് ആരാകാൻ ആഗ്രഹം എന്ന് ചോദിച്ചാ നിങ്ങൾ പറയണം, എനിക്ക് നല്ലൊരു മനുഷ്യനായാൽ മതിയെന്ന്. കാരണം ഒരു നല്ല മനുഷ്യനെ നല്ല പൈലറ്റ് ആകാൻ പറ്റുമോ? ഒരു നല്ല മനുഷ്യനെ നല്ല പട്ടാളമാകാൻ പറ്റുമോ? നല്ല ടീച്ചർ ആകാൻ പറ്റുമോ? നല്ല കളക്ടർ ആകാൻ പറ്റുമോ? അപ്പോൾ നല്ലൊരു മനുഷ്യരാവുക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ഓക്കേ? നിങ്ങളെ ടീച്ചർമാർ നിങ്ങളെ നന്നായി പഠിപ്പിക്കുമോ? പഠിപ്പിക്കുമോ? നന്നായി പഠിപ്പിക്കുന്നവരായിരിക്കും. എങ്കിലും ചിലപ്പോൾ ഒരു മടുപ്പ് വരും. എന്നീ മുഖങ്ങളല്ലേ കാണുന്നത്. അങ്ങനെ മടുപ്പ് വരുവാണെങ്കിൽ നമ്മൾ വീണ്ടും പണിയെടുപ്പിക്കണം. ടീച്ചേഴ്സിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഞാൻ പറഞ്ഞേട്ടെ? അതായത് ഇതാണ് സംഗതി. എല്ലാരും പറഞ്ഞേ, ആഹാ പറ. ആഹാ, ഓഹോ, ഓക്കേ, ഓൾ റൈറ്റ്, വൗ, മതി. അല്ല, ഇത് മതിന്ന്. ഇനി മാത്സ് ടീച്ചറോ ഇംഗ്ലീഷ് ടീച്ചറോ അല്ലേ മലയാളം ടീച്ചറോ ആരും ആയിക്കോട്ടെ, അവർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ ആഹാ ഓഹാ സാധനം ചെയ്ത് നോക്കണം. ഡെഫിനറ്റ്ലി വർക്കാവും. ഇൻട്രസ്റ്റ് ആയിട്ട്, കണ്ണിലൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട്. ഇപ്പം മാത്സ് ടീച്ചറെ ക്ലാസ്സിലേക്ക് വരുന്നു, ചിൽഡ്രൻ വി വിൽ ആഹാ, ഓഹോ. അപ്പൊ മിസ് വിചാരിക്കും, ദൈവമേ എനിക്ക് വട്ടായതാണോ അതോ പിള്ളേർക്ക് മൊത്തം ഭ്രാന്തായതാണോ? പണി ചെയ്തിരിക്കണം. ഇനി വേറെ സ്ഥലത്തുണ്ട്, നിങ്ങൾ ഇതുവരെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതാണ് നിങ്ങളുടെ മാത്സ് ടീച്ചറോ അതുപോലെ എന്താ മലയാളം ടീച്ചറോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടീച്ചറോ ആരും ആയിക്കോട്ടെ, അതെ, അവർ ക്ലാസ് എടുത്തതിന് ശേഷം പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ടീച്ചറിന്റെ പിന്നാലെ ഓടി ചെന്നിട്ട്, മിസ് ദാറ്റ് വാസ് ഫാന്റാസ്റ്റിക് ക്ലാസ്. അപ്പൊ മിസ് ഞാനാ ഇങ്ങനെ പോകും മിസ്. പിറ്റേ ദിവസം ആ മിസ് ക്ലാസ്സിലേക്ക് വരുമ്പോ കൂടുതൽ പ്രിപ്പയർ ചെയ്യും. തലേ ദിവസം ഫാന്റാസ്റ്റിക് കിട്ടിയതല്ലേ, കൂടുതൽ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ഫാന്റാസ്റ്റിക് പറഞ്ഞ ആളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. ഫാന്റാസ്റ്റിക് അല്ലേ, ഫാന്റാസ്റ്റിക് അല്ലേ? അപ്പൊ നമ്മളൊന്നു ഫാന്റാസ്റ്റിക് പൊളിച്ചോ പണിയെടുപ്പിക്കണം. മനസ്സിലായോ? ഇതെല്ലാരും ചെയ്തു നോക്കോ? ചെയ്യോ? ഓക്കെ. അധ്യാപകനാകുന്നത് എപ്പോഴാണ്? അധ്യാപകൻ അറിയുന്നത് മാത്രം കുട്ടി പഠിക്കുമ്പോൾ ആ അധ്യാപകൻ
പരാജയമാണ്. അധ്യാപകനേക്കാൾ അതിവ്യാപനം നടത്തുന്ന കുട്ടി. എന്ന് പറഞ്ഞാൽ കൂടുതലെന്നല്ല, അതിവർഷം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഫെബ്രുവരി 29 വരുന്നതാണ് അതിവർഷം, ഒരു ദിവസം കൂടുതലുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നാണ്. വ്യാപകൻ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ, യാനം നടത്താൻ പ്രേരിപ്പിക്കുന്നവനെയാണ് വ്യാപകൻ എന്ന് പറയാം. വ്യാപകൻ അതാണ് അധ്യാപകൻ, കൂടുതൽ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ. അല്ലാതെ മാഷ് പറയുന്നത് മാത്രം പഠിക്കുന്നതല്ല. മാഷ് പറഞ്ഞ കണക്ക് തെറ്റാന്ന് പറഞ്ഞാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയപ്പെടുന്ന മലയാളി. ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയപ്പെടുന്ന മലയാളി ആരാ? കണക്ക് മാഷ് പഠിപ്പിച്ചപ്പോ തെറ്റല്ലേ മാഷ്? അത് ഒന്നും കൂട്ടിയാ ഒരു പുഴ അങ്ങനെ വരുന്നു, ഒരു പുഴ ഇങ്ങനെ വരുന്നു. രണ്ടും കൂടി കൂടിച്ചേരുമ്പോ പിന്നെയും 2 പുഴ ഉണ്ടാകുന്നില്ല, പകരം വലിയൊരു പുഴയാ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒന്നും കൂട്ടിയാൽ ഇമ്മിളി പല്ലിയൊന്ന് എന്ന് പറഞ്ഞാലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയപ്പെടുന്ന മലയാളി, വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ പാഠപുസ്തകങ്ങൾക്കപ്പുറം യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവനെയാണ് അധ്യാപകൻ എന്ന് പറയാം. ഇനി രക്ഷിതാക്കളോടൊരു വാക്ക്. നിങ്ങളുടെ മക്കളായ ഞങ്ങളുടെ പുറകെ നടന്ന് പഠിക്ക് എന്ന് പറയാതെ എന്തിനാണ് പഠിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണം. ഞങ്ങളെ ശപിക്കരുത്, നീ എന്ത് പൊട്ടനാടാ എന്ന് ചോദിക്കരുത്. പരീക്ഷയ്ക്ക് 1-2 മാർക്ക് കുറഞ്ഞാൽ അടുത്ത വീട്ടിലെ കുട്ടിയെ കണ്ട് പഠിക്കടാ എന്ന് പറയരുത്. അത് ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും. ഇളയ കുട്ടിയുടെ സ്നേഹം കൂടുതലും മൂത്ത കുട്ടിയുടെ കുറവും കാണിക്കരുത്. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവൂല, എങ്കിലും നിങ്ങളുടെ പെരുമാറ്റത്തിൽ അങ്ങനെ തോന്നിയാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. നിസ്സാര കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കുന്ന നിങ്ങൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും ഞങ്ങളെ ഒന്ന് അഭിനന്ദിക്കാറുണ്ടോ? അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അപ്രിസിയേഷൻ ഒരു കൾച്ചറാണ്. വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതുപോലെയാണോ ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നേ? ആണോ? ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തത് ഓർമ്മയുണ്ടോ? വല്ലതും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്ത ഓർമ്മയുണ്ടോ? ഇത് ഇക്കാക്ക് അല്ലെ ചേട്ടന് ഇഷ്ടപ്പെടുവോ? അല്ല, അങ്ങനല്ലേ? ഇവര് ടെൻഷൻ അടിച്ചിട്ട് അത് ഉണ്ടാക്കും, എന്നിട്ട് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചെടുക്കും. ഇവരെന്താ പ്രതീക്ഷിക്കുന്നേ? അത് കഴിച്ചിട്ട് അയാൾ വാവ് എന്ന് പറയണം. പക്ഷേ വാവ് വന്നില്ല, വന്നത് അപ്പൊ ഈ സ്ത്രീക്ക് മനസ്സിലായി ഇത് ഇന്ന് വരില്ലായിരിക്കും, നാളെ വരും. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ വീണ്ടും അടിപൊളി ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും. അവിടുന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീക്ക് മനസ്സിലായി ഇതിന് വരില്ല. ഇപ്പൊ ഒപ്പിടുന്ന എങ്ങനെയാണെന്നറിയോ? ഇക്കാക്ക് ഭാഗ്യമുണ്ട് വരും, ഇല്ലേ ടേബിളിലുണ്ട്. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം, അത് മക്കൾക്കായാലും ഭാര്യയ്ക്കായാലും. ഓക്കേ? പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല. എല്ലാ പരീക്ഷയിലും A+ വാങ്ങുന്നവരാണ് മിടുക്കരെന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കരുത്. മനുഷ്യനെ മനസ്സിലാക്കുക എന്നതിനേക്കാൾ വലിയ വിദ്യാഭ്യാസം ഒരു മത്സര പരീക്ഷകളിലും നമ്മുടെ മക്കൾക്ക് സമ്മാനിക്കുന്നില്ല. ജീവിതത്തിൽ A+ നേടുന്നവൻ്റേതാണ് ലോകം. പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ കിട്ടാതെ പോവുകയും കഷ്ടിച്ച് ജയിക്കുകയും ചെയ്താലും സഹജീവിയുടെ കണ്ണുനീർ തുടയ്ക്കാൻ
ഒരു പരീക്ഷയിലെയും A+ എന്ന് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് രക്ഷിതാക്കൾക്ക്. നാടിനും വീടിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന തലമുറയായി വളരാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഓക്സ്ഫോർഡ് എന്ന ഈ സ്കൂളിന് ഇനിയും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you, Aisha, for your wonderful motivating words. I invite Aisha to receive the memento from our school chairman, Sia sir. Let's conclude the formal function with a vote of thanks to all the dignitaries and guests. Please welcome our academic coordinator, Mr. Nizam Muhammad, to deliver the vote of thanks. Good evening to all. Respected dignitaries on the dais, the chief guests, teachers, parents, students, and all the staff, including non-teaching staff. As we come to the end of the meeting, it is my proud privilege to propose vote of thanks. First and foremost, I express our heartfelt thanks to our Member of Legislative Assembly, Mr. Arun Kumar, for graciously accepting our invitation and for honoring this occasion with his esteemed presence. Thank you, sir, for your inspiring words. My sincere thanks to our chief guest, Mr. Surya Narayan and Aisha Anadil. Thanks you, Aisha and Surya Narayan, for your memorable voice. I would like to thank for our Panchayat President, Ms. C. Anita, and I mention my deep sense of gratitude to our school chairman, Mr. Siad Pulatharail, and family to his support, vision and commitment. Next, I would like to thank the torch bearers of this event for our PTA President, Mr. Buhari Pallikutti, for the steadfast support and dedicated involvement in the school activities. From the depth of our heart, we thank our principal, Rinake Samuel, for leading and inspiring us in working towards the goal of the conducting this event. We extend our sincere thanks to all the facilitators for the gracious presence. Thank you for everyone. We are also grateful to our parents, teachers, students, non-teaching staff, PTA members, volunteers, and everyone who worked behind this scenes to make this meeting successful. Once again, thank you everyone. Thank you everyone. Jai Hind. Thank you, sir, for your words. This is the most awaited section of every event. Within a few minutes, we are going to watch and enjoy the gorgeous performances. Ladies and gentlemen,
Are you ready to get that thrill of energetic dances and power-packed performances of our young talented students? Are you ready? Audience, are you ready?